കൊടും ചൂടിൽ കേരളം ജനുവരിയിൽ കത്തിക്കാളുന്നത് വേനലിനെ തോൽപ്പിക്കുന്ന താപനില. കണ്ണൂരിലും കൊച്ചിയിലും കോട്ടയത്തുമെല്ലാം അനുഭവപ്പെടുന്നത് കൊടും ചൂട്. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് താപനില 38 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ കുറവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുമ്പോൾ പുരിവേലിന്റെ കാഠിന്യം എത്രത്തോളമുണ്ടെന്ന് ബോധ്യപ്പെടും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയത് 38.2 ഡിഗ്രി സെൽഷ്യസ്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടും. 2023-ലും 24-ലും പിന്നാലെ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനില 2025-ലാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. 24 ഇതുവരെയുള്ളതിൽ ഏറ്റവും ചൂട് കൂടിയതാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിക്കൂടായികയില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ചൂട് കൂടിയതാവാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ജനുവരി ഡിസംബറിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ടെമ്പറേച്ചറിന് നമ്മളൊരു ചെറിയ അലേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനുവരിയിലും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന ഈ മഴയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഫെബ്രുവരി നമ്മുടെ കുംഭമീന മാസം നമ്മൾ മലയാള മാസത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ 2 മാസങ്ങളാണ് കുംഭമീനം എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് കണ്ടിന്യൂ ചെയ്യുന്നതുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെന്റ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കൊടും ചൂടായതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ജനം, തിരുവനന്തപുരം.